അപ്പോൾ നമസ്കാരം. നമ്മളിതാ തൃശ്ശൂരിൽ നിന്ന് ഒരു പുതിയ യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. അതായത് ഒരു പുതിയ പാസഞ്ചർ ട്രെയിൻ തൃശ്ശൂരിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ട് ഗുരുവായൂരിലേക്കിട്ട്. അതും പുതുപുത്തൻ ട്രെയിനാണ് നമ്മളിപ്പോൾ ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഗുരുവായൂരിലേക്ക് പോകുന്ന ഓരോ യാത്രക്കാർക്കും ഏറ്റവും സൗഹൃദപ്രദമായ ഒരു ട്രെയിൻ തന്നെയായിരിക്കും ഇത്. അപ്പോൾ ഇതിൻ്റെ സമയം കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ എന്തായാലും ഇന്ന് ഇതിൻ്റെ ഉദ്ഘാടനമുണ്ട്. നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഏട്ടൻ ഇത് ഉദ്ഘാടനം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂരിൽ നിന്നും ആദ്യ പുതിയ ട്രെയിൻ, അതായത് പുത്തൻ ട്രെയിൻ കൊണ്ട് നമുക്ക് പിന്നെ പറയാട്ടെ. കാരണം അടിപൊളിയായിട്ട് നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ്. പുതുപുത്തനൊരു ട്രെയിൻ ഇവിടെ നിന്നും ഗുരുവായൂരിലേക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എന്തായാലും യാത്രയുടെ വിശേഷങ്ങൾ അനുഭവിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗുരുവായൂരിലോട്ട് പോകട്ടെ. അപ്പോൾ നമ്മുടെ ഗുരുവായൂർ തൃശ്ശൂർ പാസഞ്ചർ ട്രെയിനിൻ്റെ സമയം വരുന്നത് 10:45 തൃശ്ശൂരിൽ നിന്ന് പുറപ്പെടുന്നത്. ഗുരുവായൂരിൽ 10:50 എത്തിച്ചേരുന്ന രീതിയിലാണ് സമയം ക്രമീകരിച്ചിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ഗുരുവായൂരിൽ നിന്നും 6:10 പുറപ്പെട്ട് തൃശ്ശൂരിൽ 6:50 എത്തുന്ന രീതിയിലാണ് സമയം ക്രമീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ രാത്രിയിൽ 8:10 തൃശ്ശൂരിൽ നിന്നും 8:45 ഗുരുവായൂർ എത്തുന്ന രീതിയിലും അങ്ങനെയാണ് സമയം ക്രമീകരിച്ചിരിക്കുന്നത്. പക്ഷേ അതിൽ സ്ഥിരമായി ഓടിക്കൊണ്ടിരിക്കുന്ന ഗുരുവായൂർ ട്രെയിനിൽ 9:10 തൃശ്ശൂരിൽ നിന്നും എടുത്ത് 9:50 അതായത് ഗുരുവായൂർ എത്തുന്ന രീതിയിൽ ഓൾറെഡി ഓടുന്നുണ്ട്. അപ്പോൾ ആ സമയവും ഈ സമയമായിട്ട് വലിയ വ്യത്യാസം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതിൽ മാറ്റം വരണമെന്ന് സ്ഥിരമായി യാത്ര ചെയ്യുന്ന യാത്രക്കാരും ജനങ്ങളും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ആ ഒരു ഇനോഗ്രേഷൻ അടിപൊളി തന്നെയായിരുന്നു. കാരണം ഒരുപാട് ആൾക്കാർ ഇനോഗ്രേഷൻ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ഗുരുവായൂർ ട്രെയിനിൽ കയറാൻ വേണ്ടി മാത്രം വന്നവരുണ്ട് കേട്ടോ. നല്ല ഇടവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളും ഇനോഗ്രേഷൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ തൃശ്ശൂർ ഗുരുവായൂർ പാസഞ്ചർ ട്രെയിനിൽ കയറാൻ ഒരുപാട് സ്കൂൾ കുട്ടികളും അതുപോലെ കുറേ സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ യാത്ര ഏകദേശം 10:45 ഇനോഗ്രേഷൻ കഴിയുന്നതോടുകൂടി ട്രെയിൻ നേരെ ഗുരുവായൂരിക്ക് പോകുന്നതായിരിക്കും. ടിക്കറ്റ് റേറ്റ് 10 രൂപയാണ് ഒരാൾക്ക് ഗുരുവായൂർക്ക് വന്നത്. അപ്പോൾ ഒരു ടിക്കറ്റ് എടുത്ത് നമ്മളും കയറി. ഞാൻ ജസ്റ്റ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ കയറിയതാണ്. അപ്പോൾ എന്തായാലും പുത്തൻ ട്രെയിനിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. എല്ലാ ബാത്റൂമും കാര്യങ്ങളൊക്കെ ക്ലീനാണ്. ഓടി കഴിയുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പിന്നെ എനിക്കറിയാൻ കഴിഞ്ഞൊരു കാര്യം, സത്യമാണോന്നറിയില്ല, ഈ ഒരു ട്രെയിൻ ആയിരിക്കില്ല ഇനി സ്ഥിരമായി ഓടുന്നത്. ഇത് ഉദ്ഘാടനത്തിന് വേണ്ടി മാത്രം കൊണ്ടുവന്നതാണെന്നും പറഞ്ഞു കേൾക്കുന്നു. അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. സംഭവം ഇതൊക്കെ ഓടുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു. കാരണം എന്തൊരു സ്മെല്ലാന്ന് പറയും. പുത്തൻ ട്രെയിനിൽ കയറിയ ആ ഒരു സ്മെല്ല് ഞാനൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്, പുതിയ ട്രെയിനിൽ യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അനുഭവം വേറെ തന്നെയാണ്. അങ്ങനെ നമ്മൾ ഗുരുവായൂരേക്കുള്ള യാത്രയിലാണ്. ട്രെയിനിൻ്റെ 2 സൈഡും മാലകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. അങ്ങനെ ട്രെയിൻ ഫ്ലാഗ് ഓഫ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ പതുക്കെ ഗുരുവായൂരിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത സ്റ്റേഷനായിട്ടുള്ള പൂങ്കുന്നം സ്റ്റേഷനിലാണ് ഇനി സ്വീകരണമുള്ളത്. അങ്ങനെ എല്ലാവരും ചെണ്ടമേളവും കൈയൊക്കെ തന്നതാ ട്രെയിനിൽ യാത്രയേക്കാണ്. അപ്പോൾ ഇനിയുള്ള ഗുരുവായൂർ യാത്രയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ട്രെയിൻ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കാം. അങ്ങനെ തൃശ്ശൂരിനോട് വിട പറഞ്ഞ് നേരെ ഗുരുവായൂരിലേക്ക്. ഈ ട്രെയിനിൽ പകുതി ആൾക്കാരും ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വന്നവരാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എങ്ങനെ പോകണമെന്ന് വിചാരിച്ചിരുന്നവർക്ക് ഒരു പുത്തൻ ട്രെയിനിലുള്ള യാത്ര അവർക്ക് നല്ലൊരു അനുഭവം തന്നെ കാഴ്ചവെക്കാൻ സാധിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപാട് പേര് ഫാമിലി ആയിട്ട് തന്നെ ഗുരുവായൂർ പോകാൻ റെഡി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പുതിയ ട്രെയിനിൽ അവർക്ക് ഗുരുവായൂർ എത്തുമ്പോൾ സന്തോഷമാവട്ടെ എന്തായാലും. അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റേഷനായിട്ടുള്ള പൂങ്കുന്നം സ്റ്റേഷനിലേക്ക് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ പൂങ്കുന്നം സ്റ്റേഷനിൽ സ്വീകരണവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ ഫോട്ടോ ഞാൻ തന്നെ കണ്ണാടിയിലൂടെ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും പുതിയ ട്രെയിനിൽ നമ്മുടെ വ്ളോഗിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വളരെയധികം സന്തോഷം കാര്യങ്ങളൊക്കെ തോന്നുന്ന ഒരു നിമിഷം കൂടിയാണ്. എന്നോട് ഒരുപാട് പേര് വന്ന് ചോദിച്ചു, കാരണം ഏതാണ് ചാനൽ, ഏതാണ് വ്ളോഗും കാര്യങ്ങളൊക്കെ എന്നൊക്കെ ചോദിച്ചു. കാരണം വ്ളോഗറായിട്ട് ഞാൻ മാത്രമേ ഇതിലുണ്ടായിരുന്നുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. അപ്പോൾ എന്തായാലും മറ്റൊരു ട്രെയിൻ പാസ് ചെയ്ത് പോകുന്നു. പൂങ്കുന്നത്തെ സ്വീകരണം കഴിഞ്ഞിട്ട് ട്രെയിൻ പതുക്കെ നീങ്ങി. ഇനി അടുത്ത നമ്മുടെ സ്റ്റേഷനായിട്ടുള്ള ഗുരുവായൂരിലാണ് ഇനി സ്വീകരണവും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നേരെ ഗുരുവായൂരിലോട്ട് പോകാം.
വരുന്നവർക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു ട്രെയിനായിട്ട് നമ്മുടെ ഈ ഒരു പാസഞ്ചർ ട്രെയിൻ മാറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. കാരണം കൃത്യസമയത്ത് നമുക്ക് ഗുരുവായൂർ എത്താനും അതുപോലെ തിരിച്ചു പോകാനൊക്കെ അടിപൊളിയായിട്ട് പറ്റുന്നൊരു ട്രെയിനാണ് ഈ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊരു വലിയ സംഭവം തന്നെയാണ്. അതും പുതുപുത്തൻ ട്രെയിനാണ് നമുക്ക് അനുവദിച്ച് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിനി തൃശ്ശൂർ വന്ന് ഇറങ്ങിയിട്ട് KSRTCയിലൊക്കെ വന്ന് ഇറങ്ങിയിട്ട് ഗുരുവായൂർക്ക് പ്രൈവറ്റ് ബസ്സിൽ വരാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ട്രെയിൻ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതും രണ്ടും നിങ്ങൾക്ക് ഉപകാരപ്രദം തന്നെ ആയിരിക്കും. അപ്പോൾ എന്തായാലും സംഭവം അടിപൊളിയായിട്ട് പുത്തൻ ട്രെയിനിൽ കയറിയ ഒരു എക്സ്പീരിയൻസ് ഒരു രക്ഷയില്ല. അപ്പോൾ എന്തായാലും മറ്റൊരു അടിപൊളി യാത്രാ വീഡിയോ ആയിട്ട് കാണാം. ബൈ.